അപ്പോ എല്ലാ നിലയിലും ഒരു നദിക്ക് കുറുകെ ഇതുപോലെ ഒരു സംവിധാനം കേരളത്തിൽ അപൂർവമാണ്, ഇന്ത്യയിൽ അപൂർവമാണ്. ചാലിയാർ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഇടമാണ്. ആ ചാലിയാറിലൂടെ ഫറോക്ക് പുതിയ പാലത്തിന്റെയും പഴയ പാലത്തിന്റെയും ഇടയിലൂടെ സിപ്പ് ലൈനും അതുപോലെ തന്നെ ഇതുപോലുള്ള കേബിൾ കാറും ഒക്കെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഇതിനകം തന്നെ ഈ പ്രദേശങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഫറോക്ക് പഴയ പാലം ദീപാലങ്കൃതമായി മാറിയതും പുതിയ പാലം കളർഫുള്ളായി മാറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും ഒക്കെ നടക്കുന്ന ഈ വേദിയിൽ പുതിയ പുതിയ ഐറ്റംസ് വരികയാണ്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ടൂറിസ്റ്റ് മേഖലയെ കൂടുതൽ ഉണർവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എളിയ ഇടപെടലാണ്. നല്ല അനുഭവമാണ്. ബാക്കി ഇവർ പറയും. ഏത് ബോട്ട്? അത് പാടില്ലല്ലോ. പാടുണ്ടോ? ഒരു ബോട്ട് പോയ റോഡാണ്, റോഡിൽ റോഡാണ് ബോട്ടല്ല.